CPIM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. പാർട്ടിയിലെ ചിലർക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട്. യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി പാർട്ടിക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എന്നും മനു വെളിപ്പെടുത്തി. മനസ്സുമടുത്താണ് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചതെന്നും DYFI കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റായിരുന്ന മനു തോമസ് പ്രതികരിച്ചു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന M. ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസിന്റെ പരാതി അന്വേഷിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുരേന്ദ്രനെ നിയോഗിച്ചു. എന്നാൽ നടപടിയൊന്നുമുണ്ടായില്ല. ഷാജറിന് യുവജന കമ്മീഷൻ അധ്യക്ഷനായി നിയമനവും ലഭിച്ചു. പിന്നാലെയാണ് മനു തോമസ് പാർട്ടിയുമായി അകന്നത്. പാർട്ടി അംഗത്വം പുതുക്കാനും തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം മനു തോമസിനെ നീക്കി. പിന്നാലെ വിമർശനങ്ങൾ തുറന്നു പറഞ്ഞു മനു. ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല ഈ വിഷയമുള്ളത്. ഇതൊരു പൊതു നിലപാടിൻ്റെ വിഷയം പാർട്ടിക്കകത്ത് എടുക്കേണ്ടതാണ്. പാർട്ടി അക്കാര്യത്തിനകത്ത് നിലപാട് എടുത്തിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഇതിനെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നിരുന്നു. ഏറ്റവും അവസാനം പാർട്ടി അത് തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ പാർട്ടിക്ക് ഗുണകരമായിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായം ലഭിക്കുന്നു. ചില നേതാക്കൾ ഇവരുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്നു. അവർക്ക് ഈ പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായി എല്ലാ ലീഡർഷിപ്പല്ല, പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരതിനെ ദുരുപയോഗം ചെയ്തതാണ്. ആ ലീഡർഷിപ്പ് അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഈ ടീം അതിനെ ദുരുപയോഗം ചെയ്തിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് കണ്ണൂർ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടി തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായാലും പാർട്ടിക്ക് നല്ലതാണ്. തെറ്റുതിരുത്താൻ പാർട്ടി തയ്യാറാകാത്തത് വേദനിപ്പിക്കുന്നതായും ഇടതുപക്ഷ നിലപാട് തുടരുമെന്നും മനു തോമസ് വ്യക്തമാക്കി. 24 കണ്ണൂർ.